എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. അപ്പം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പം കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ക്രിസ്മസിന് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു നോ എഗ്, നോ മൈദ, നോ എസൻസ്, ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പ്ലം കേക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. വീട്ടിലുള്ള നട്ട്സും മറ്റേ ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1.5 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ്. ഇത് വീട്ടിലുള്ള തന്നെ കുറച്ച് ഉണക്കമുന്തിരി, അത് മഞ്ഞയുണ്ട്, കറുപ്പുണ്ട്, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, പിസ്ത, ബദാം, പിന്നെ നമ്മളിപ്പോൾ അത്യാവശ്യം സ്മൂത്തിയിലെല്ലാം ഇടാൻ ഉപയോഗിക്കുന്ന സീഡ്സ് എല്ലാം ഉണ്ടല്ലോ, അതെല്ലാം കുറച്ച് കുറച്ച് എല്ലാം കൂടി 1.5 കപ്പ് അത്രയേ ഉള്ളൂ. ഈവൻ നിലക്കടല പോലും ഉണ്ട് ഇതിൽ. അപ്പോൾ ഇനി ഇതിലേക്ക് 1 കപ്പ് നാരങ്ങ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിഴിഞ്ഞ് വെച്ചെന്ന് പറഞ്ഞാൽ വെള്ളമൊന്നും ഒഴിച്ചടിച്ചതല്ല, വെറും നാരങ്ങ കുരു പോക്കിയിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ച് ആ നാരങ്ങേൻ്റെ തന്നെ തോല് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തത് 1 ടീസ്പൂൺ. ഇതെല്ലാം കൂടി ആകുമ്പോൾ നല്ലൊരു വാസനയായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ ഒഴിച്ചിട്ട് ഒരു 2 മണിക്കൂർ കുതിരാൻ വേണ്ടി വെക്കാം. അപ്പോൾ അത് നല്ലോണം കുതിർന്ന് വരുന്നപ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ളത് റെഡിയാക്കണം. അപ്പോൾ ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് നമ്മളെ പണി തുടങ്ങാം. ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കാരമൽ ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1/3 കപ്പ് ഷുഗർ ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നല്ലോണം ഉരുക്കിയെടുക്കാം. നല്ലോണം കണ്ടോ കുറച്ച് കുറച്ച് കരിഞ്ഞ് വരുന്നുണ്ട്. പെട്ടെന്ന് ഹൈ ഫ്ലെയിമിലിട്ടാൽ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ഇടാവൂ. എന്നിട്ടിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കിക്കൊണ്ട് അടുത്ത് തന്നെ നിൽക്കണേ. കണ്ടോ നല്ലോണം ഉരുകി നല്ല ബ്രൗൺ കളർ, ഡാർക്ക് ബ്രൗൺ കളറായാൽ നമുക്ക് കുറച്ച് അത് 1/3 കപ്പ് വെള്ളം, ചൂട് വെള്ളമാണ്, നല്ല ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. ശ്രദ്ധിക്കണം, കൈമേൽ 2-3 പ്രാവശ്യമായിട്ട് കുറേശ്ശെ ഒഴിച്ചിട്ട് ഇത് നല്ലോണം തിളച്ച് വറ്റി 1/3 കപ്പ് തന്നെ ആവണം ഈ സിറപ്പ്. അങ്ങനെയാവുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇറക്കി വെക്കാം. അത് തണുക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്കിതാ ഒരു ബൗളിലേക്ക് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തത്. കൂടെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 പിഞ്ച് ഉപ്പ്, ഇതെല്ലാം കൂടി എടുത്ത് വെച്ചതിന് ശേഷം ഇനി നമുക്ക് കുറച്ച് സ്പൈസസ് വേണം. ഒരു 12 ഗ്രാമ്പൂവിൻ്റെ മണ ഇതിന് മേലെ നിൽക്കേണ്ട, അതുകൊണ്ട് 12 ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്. 1 കഷ്ണം പട്ട, 4 ഏലക്കായ്, പിന്നെ ജാതിക്കേൻ്റെ ഒരു കഷ്ണം. ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കണേ. ഒന്ന് ചൂടാക്കിയാലേ ഇത് നമുക്ക് ഇങ്ങനെ ഇടിച്ചാൽ ഇടിഞ്ഞു കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ മിക്സിയിലിട്ട് പൊടിക്കുന്നതാണെങ്കിലും കുഴപ്പമില്ല. ഓരോന്നിൻ്റെ കാൽ ടീസ്പൂൺ ഇടുമ്പോൾ ആ മണം നമുക്ക് പറ്റൂല, എനിക്കിഷ്ടമല്ല. ഇതാവുമ്പോൾ നന്നായിട്ടുള്ളത് കണ്ടില്ലേ, 1 ടീസ്പൂൺ ഉണ്ട്. ഞാൻ ഇത് കടിക്കുന്നതിന് പേടിച്ചിട്ട് ഞാൻ അരിപ്പയിലിട്ടൊന്ന് അരിച്ചിട്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞു. അത്രയേ വേണ്ടൂ. നല്ലൊരു മണം ഉണ്ടാവും. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും ആവട്ടെ. കാരണം നമ്മളിതിൽ ആദ്യം ഉപ്പിട്ടിട്ടുണ്ട്, ബേക്കിംഗ് സോഡ ഉണ്ട്, ബേക്കിംഗ് പൗഡർ ഉണ്ട്, എല്ലാം നല്ലോണം മിക്സ് ആവണം. മിക്സ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളെ വെറ്റ് ഇൻഗ്രീഡിയൻസ് അതെന്തെല്ലാം നോക്കാം. അതിനായിട്ടൊരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് 3/4 കപ്പ് തൈര്, പുളിപ്പില്ലാത്ത തൈരാണേ, ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3/4 കപ്പ് ബ്രൗൺ ഷുഗറാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. ആദ്യം തൈര് നല്ലോണം ഒന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം ബ്രൗൺ ഷുഗറും ചേർത്തിട്ട് നല്ലോണം അടിച്ച് നല്ലോണം ആ ഷുഗർ അതിൽ നല്ലോണം മെൽറ്റായി വന്ന് ഒരു വെള്ളം പോലെ ആയി കിട്ടും. ആ സമയത്ത് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഗീയോ ബട്ടറോ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സ്പൂണ് കൊണ്ട് കുറേശ്ശെ മാവ് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടി ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് ചിലപ്പം വെള്ളം കുറയുന്ന പോലെ തോന്നും. ഭയങ്കരമായിട്ട് കട്ടിയാകുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എനിക്കങ്ങനെ പറ്റിയിട്ട് ഞാൻ കുറച്ച് 1/2 കപ്പ് നാരങ്ങ നീര്, ഓറഞ്ച് ജ്യൂസ് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ആദ്യം ഈ സിറപ്പ് ഒഴിക്കാൻ വിട്ടുപോയി. ഈ വെള്ളം കുറഞ്ഞു തരാൻ എനിക്കിത് ഓർമ്മ വരുന്നത്. അയ്യോ ഇതൊഴിച്ചിട്ടില്ലല്ലോ. അപ്പം അതൊഴിച്ചാലാണ് ഇതിൻ്റെ കളർ കറക്റ്റായിട്ട് വന്നത്, കണ്ടില്ലേ. ഇനി ബാക്കിയുള്ളതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ഓറഞ്ച് ജ്യൂസ് 1/2 കപ്പും കൂടി ചേർത്തത് കാണിക്കാൻ വിട്ടുപോയി, സോറി കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്തോളി കേട്ടോ. നമ്മൾ ഓവൻ സെറ്റപ്പ് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കുതിർത്ത് വെച്ചതുണ്ടല്ലോ, അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം.
കണ്ടോ നല്ലോണം. അതിലും കുറച്ച് വെള്ളമുണ്ട്, അതുകൊണ്ട് തന്നെ വെള്ളം ആവശ്യത്തിന് ഉണ്ടാവും കേട്ടോ. ഇത് തന്നെയാണ് കറക്റ്റാണ്. ഇനി കേക്ക് ടിന്നിൽ കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ മാവ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ? ഇനി ഒന്ന് സ്ക്വയർ വെച്ചിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കുക, ടാപ്പ് ചെയ്യുക ആസ് യൂഷ്വൽ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ. ഇനി അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നട്ട്സോ എന്തെങ്കിലും എല്ലാം വെച്ചൊന്ന് അലങ്കരിച്ചോളി, കുഴപ്പമില്ല. അപ്പോൾ അതാ ഞാനത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ 60 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇത് വേവാനായിട്ട്. ഞാൻ ആദ്യം ഒരിക്കൽ 45 മിനിറ്റ് ആയപ്പോൾ എടുത്ത് നോക്കി, അപ്പം ഒന്നും വെന്തിട്ടില്ല. അപ്പം പിന്നെയും വെച്ച്, അപ്പോൾ 60 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വെന്തത്. ഇപ്പോൾ ചൂടോട് കൂടി തന്നെ ഒന്ന് 4 ഭാഗം ഒന്ന് മുറിച്ച് കൊടുത്തിട്ട് അങ്ങനെ ഫോയിൽ പേപ്പർ വെച്ച് മൂടി വെച്ചതാണ്. ഫോയിൽ പേപ്പർ വെച്ച് മൂടി വെക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ മേൽഭാഗം നല്ലോണം ഡ്രൈ ആയി പോവില്ല. കണ്ടില്ലേ? നല്ല അടിപൊളി കേക്ക് റെഡി. അപ്പോൾ എന്തായാലും 60 മിനിറ്റാണേ, മറന്നു പോകരുത്. അത് നോക്കിയിട്ട് ഒന്ന് കുത്തി നോക്കിയിട്ട് വെന്തിട്ടില്ലെങ്കിൽ ഒന്നും കൂടി വെക്കാം കേട്ടോ. എന്നാൽ പിന്നെ അടുത്ത ആഴ്ച കാണാം. ഹാപ്പി ക്രിസ്മസ്.